Are you fine? The room is very nice. അപ്പം ഞാൻ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. സപ്പറിൻ്റെ ടൈം ആവുന്നേ ഉള്ളൂ. പുള്ളിക്കാരി താഴെയുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയത് സൈഡ് റോ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇച്ചിരി കഞ്ചഷൻ, ഡോറിനോട് ചേർന്നതായിട്ട് കുറച്ച് കഞ്ചഷൻ ഉണ്ട്. അതുകൂടാതെ നോർത്ത് ഇന്ത്യക്കാരുടെ സീറ്റിന് വേണ്ടിയുള്ള അടിയും ആ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ രസമാണ്. പുള്ളിക്കാരി അതൊക്കെ എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ ഞാൻ ഒരു കൂടി എനിക്ക് ബോംബെയിൽ നിന്ന് തിരക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ ഓടി കയറുമായിരുന്നു. എന്ന് വെച്ചാൽ 4 മണിക്ക് എടുക്കേണ്ട ട്രെയിനിന് ഞാൻ കറക്റ്റ് 3:56 ഓടിയെത്തിയത്. അപ്പം ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഞാൻ വീഡിയോയുടെ എപ്പോഴാണ് എൻ്റെ ഒന്നും പറയുന്നില്ല. ഇതൊരു കണ്ടിന്യൂസ് ജേണി ആയതുകൊണ്ട് എപ്പോഴും നിങ്ങളെ വെൽക്കം ചെയ്യുകയും പറയുകയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം എന്നാണെങ്കിലും നാളെ താജ്മഹലിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നാളെ കാണാം. അപ്പം ഇന്ന് ബോംബെയിലെ എല്ലാ വിഷ്വൽസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബിയോണ്ട് ബോർഡേഴ്സിൻ്റെ യാത്ര നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ സപ്പർ ഫുഡ് വന്നു. ആര്യം താഴെ ഇരുന്ന് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. സാധാരണ വരുന്ന പോലെ തന്നെ. അതെ, 2 റൊട്ടി, പിന്നെ ഞങ്ങൾ നോൺ വെജ് പറഞ്ഞുകൊണ്ട് ചിക്കൻ കറി ആയിരിക്കും ഒരെണ്ണം, പിന്നെ ഒരു ദാല് കറി ഉണ്ടാവും സ്വാഭാവികമായിട്ടും, പിന്നെ റൈസും ആയിരിക്കണം. അപ്പം നോക്കട്ടെ. അതെ, ദാല്, ചിക്കൻ, റൈസ്. രാവിലെ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ആഗ്ര സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴാണ് സോ വി ഗോയിങ് ടു ലുക്ക് ഫോർ ദ ലിഫ്റ്റ്. ഞങ്ങൾ രാവിലെ ആഗ്ര റെയിൽവേ സ്റ്റേഷന് പുറത്ത് വന്ന് ഇറങ്ങി. ഒരു 17-18 ടെമ്പറേച്ചറാണ് ഉള്ളത്. കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ചൂടും സെറ്റിങ്ങും ആണെങ്കിലാണ് നമ്മൾ പെട്ടെന്ന് മടുക്കുന്നത്. തണുപ്പായതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല. ഞങ്ങൾ ഒരു ഹോട്ടൽ ടാക്സിക്കാരനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേഡ് അവിടെ തന്നെ. പക്ഷേ ഞാൻ വിചാരിച്ചു അവരിവിടെ ഉണ്ടാവുന്ന, പക്ഷേ ആൾ വെയിറ്റ് ചെയ്യുവാണ്. ആൾ എത്തിയിട്ടില്ല. എന്നാണെങ്കിലും നമുക്ക് ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷായി. ഇന്ന് ഞങ്ങൾ അധികം പ്ലാനിങ് ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ ആഗ്ര ഫോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തേക്ക് പ്ലാൻ ചെയ്തേക്കുന്നത്. താജ്മഹൽ ഏർലി മോർണിംഗ് കാണാനാണ് പ്ലാന്. അപ്പം ഇന്നത്തെ ജേണിയെക്കുറിച്ചൊക്കെ നമുക്ക് മരിനോടും കൂടെ ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു. നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അടിപൊളിയായിരുന്നു. മുംബൈ ടു ആഗ്ര. നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ഒരു കൊളീഗ് പുറത്തുനിന്ന് ഒരാളെയും കൊണ്ട് ഇന്ത്യ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യാത്ര നിങ്ങൾക്ക് ഒരു സഹായമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഞാനും ഫോളോ ചെയ്തതും എനിക്ക് ഈ പറഞ്ഞ ഹൂട്ടിങ്ങൊക്കെ അവരോട് നേരത്തെ പറഞ്ഞില്ല അവർ ഞെട്ടും. ഈ പറയുന്ന ഓണടി കേട്ട് അവർ വിചാരിക്കുന്നത് എന്താ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ അനുഭവങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഇനിയുള്ള വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാം ക്യാ ഹൈ? ഷമീം ഖാൻ. മിസ്റ്റർ അലി ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. പിന്നെ ഹോട്ടലിൽ പോവാണ്. നമുക്ക് ഉബർ എടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആഗ്ര ഇച്ചിരി ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. ഒത്തിരി സ്കാമേഴ്സും ഒക്കെയുള്ള ആൾക്കാരാണ്. നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഞാൻ ഉബറൊക്കെ എടുത്ത് നമ്മൾ ആ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹോട്ടലുകാരോട് പറഞ്ഞു തന്നെ 2 ദിവസത്തെ പാക്കേജായിട്ട് തന്നെ എടുത്തു. അപ്പം ഞങ്ങൾ കാണാൻ പോകേണ്ട സ്ഥലങ്ങളൊക്കെ എല്ലാം അവർ തന്നെ കൊണ്ടുപോയി നമ്മൾ തിരിച്ചെത്തിക്കുന്ന പോലെ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ രീതി ആയിരിക്കില്ല നോക്കുന്നത്. പക്ഷെ നമ്മുടെ കൂടെ ഒരു ഫോറിൻ നാഷണലുള്ളപ്പം നമ്മൾ ഇത്തിരി കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ, മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. എന്നാണെങ്കിലും ആഗ്രയിലെ മോർണിംഗ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. റോഡൊക്കെ അത്യാവശ്യം തിരക്കായി തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. രാവിലത്തെ 8 മണി സമയമാണ്. ഒത്തിരി മൂടിക്കിടക്കുന്നു. താജ്മഹൽ ക്ലൗഡി ആവുമോ എന്തോ. ഓക്കെ, റൂം മെസ്സാക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കാം. ഇതാ ഞങ്ങളുടെ സ്റ്റേ. ഞാനിവിടെ ബുക്കിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ: ഒന്ന്, താജ്മഹലുമായിട്ട് വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല,
ഏറ്റവും നല്ലതായിട്ട് താജ്മഹൽ തിരക്കില്ലാതെ കാണാൻ പറ്റുന്നത് ഏർലി മോർണിംഗ് ആണെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇന്നിപ്പോൾ വന്നപ്പോൾ ഒരു തോന്നിയ ഒരു കാര്യം 8 o'clock ആയിട്ട് ഇച്ചിരി ക്ലൗഡിയാണ്. ഇവിടെ 5:30 6 o'clock ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും വിസിബിലിറ്റി അത്ര ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നോക്കാം നാളെ എങ്ങനെയാണ്. ഒരു ഏർലി മോർണിംഗിൽ തന്നെ പോവാം. അതിന് ശേഷം മെല്ലെ വെയിറ്റ് ചെയ്യാം. ക്രൗഡഡ് ആവാതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെ ഹോം സ്റ്റേ പോലെ എല്ലാ വീടുകളിനോടും ചേർന്ന് അവർ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നല്ല റിവ്യൂസ് നോക്കി വോക്കബിൾ ഡിസ്റ്റൻസ് ആയിരിക്കണം. പിന്നെ ഇവർ വേറെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അതൊക്കെ നോക്കുമ്പോൾ ഇവരെ പിക്കപ്പ് ആൻഡ് അറേഞ്ച് ചെയ്യുന്നു എല്ലാം കൂടെ. ഞാൻ 2 ദിവസത്തേക്ക് ഒരു ടാക്സി 2500 രൂപയ്ക്ക് ഒരു ടാക്സി എടുത്തേക്കുവാണ്. എന്ന് വെച്ചാൽ ആഗ്ര ഫോർട്ട് എത്ര അട്രാക്ഷൻ വേണമെങ്കിലും അതെല്ലാം കൂടെ കൊണ്ടുപോയി കാണിക്കാം എന്നൊരു ഓഫറും കൂടെ തന്നിട്ടുണ്ട്. അതുകൂടാതെ ആഗ്ര മെട്രോയും എനിക്ക് പുള്ളിക്കാരിയെ നമ്മുടെ കൊച്ചി മെട്രോ ഒന്ന് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വാട്ടർ മെട്രോ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അത് നടന്നില്ലെങ്കിൽ, അഥവാ ഇൻ കേസ് അത് നടന്നില്ലെങ്കിൽ ആഗ്ര മെട്രോ ഒന്ന് കാണാം. നമുക്ക് ആഗ്ര മെട്രോ നമുക്ക് കാണാമല്ലോ. കേരളത്തിൽ നമുക്ക് കൊച്ചി മെട്രോ അല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആഗ്ര മെട്രോ എങ്ങനെയാണെന്ന് പോയി കാണാം. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇതാണ് സ്റ്റേ. ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആവുമായിരുന്നു. മാര്യൻ, are you ready to give an review on your Indian railway experience? Did you manage to sleep a little bit? Not really. Yeah, we got the very next to the door. It was not very convenient. People are opening and closing. But considering the ride itself, there's absolutely nothing wrong with it. Okay. What about the food? The food is not what I'm used to. Kind of Indian. But it was comfortable. Comfortable, yeah. ഒരു കാര്യം പുള്ളിക്കാരി എന്നോട് റിക്വസ്റ്റ് ചെയ്തത് ഇന്ത്യൻ റെയിൽ ട്രിപ്പ് വേണമെന്നായിരുന്നു. അപ്പൊ എനിക്ക് പുള്ളിക്കാരുടെ എക്സ്പെക്ടേഷൻ യു ആർ എക്സ്പെക്ടിങ് പീപ്പിൾ സിറ്റിംഗ് ഓൺ ദ ബർത്ത് ആൻഡ് ഓൾ ദാറ്റ് കൈൻഡ് ഓഫ് കൺജസ്റ്റഡ്. ബട്ട് ഞാൻ എടുത്തത് ലോങ് ഡിസ്റ്റൻസ് സ്ലീപ്പ് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം, ഉറങ്ങാൻ പറ്റണം. എന്ന് വെച്ചാൽ ഇന്നലെ ഓൾ ഡേ ഫ്ലൈറ്റ്, പിന്നെ മുമ്പേ ഡേ ടൈം എക്സ്പ്ലോർ, അത് കഴിഞ്ഞിട്ട് നൈറ്റ് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒത്തിരി നേരം പിന്നെ അത്ര റിസ്കി ആയിട്ടുള്ള റൈഡ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ രാജധാനിയാണ് എടുത്തത്. എനിക്ക് ഫീൽ ചെയ്തത് രാജധാനി അത്ര പഴയ രാജധാനി ആയതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ പഴയ ഗരീബ് രഥോ അല്ലെങ്കിൽ സാധാരണ ഒരു AC ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കുറച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പാർട്ട് ഫ്രം എല്ലാം സെയിം ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ആയിരുന്നു കൊടുക്കേണ്ടത്. നോക്കട്ടെ, വന്ദേ ഭാരത് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. രാജധാനി എന്നെ വലിയ ഇമ്പ്രസ് ചെയ്യിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഓൺ ടൈം ആയിരുന്നു. 4 മണിക്ക് അവിടെ നിന്ന് എടുക്കൂന്ന് പറഞ്ഞാൽ 4 മണിക്ക് ഞങ്ങൾ ജസ്റ്റ് ആണ് മാനേജ് ചെയ്തത്. എല്ലാം കഴിഞ്ഞ് മുംബൈയിൽ നിന്ന് അത് കയറാൻ പറ്റിയത് 2 minutes ബിഫോർ ആണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എൻ്റെ കൂട്ടുകാരനോട് ശരിക്കും ബൈ പറയാൻ പറ്റിയില്ല. വിജയ മേഡത്തോട് ശരിക്കും ബൈ പറയാൻ പറ്റിയില്ല. അവരെ ഇപ്പോഴും ഞാൻ താങ്ക്സ് ഓർക്കുന്നു. അപ്പം ഒരിക്കൽ കൂടി അവരോടൊക്കെ നന്ദി പറയുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണുക. മുംബൈയിലെ മെയിനായ സ്ഥലങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് മാരിനെ കാണിച്ചു. അപ്പോൾ ഇന്ത്യ വരുമ്പോൾ നിങ്ങളുടെ ആരെങ്കിലും കൊളീഗുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്ന നിങ്ങളൊരു മലയാളിയാണോ, ഒരു ഫോറിൻ നാഷണലുമായിട്ട് ഇന്ത്യയിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാന്നുള്ളത് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ താജ്മഹൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണണം. അതുകൂടാതെ ആഗ്രയിലെ ചില വിശേഷങ്ങളും ഇന്നത്തെ ഡേ ആക്ടിവിറ്റീസും എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നതായിരിക്കും. ഹായ് മിസ്റ്റർ അലി, ഹൗ ആർ യു? I'm good. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഇത് ഒരു ഹോം സ്റ്റേ ആണ്. പുള്ളിയുടെ വീടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. നമുക്കൊരു ഹോംലി ഫീൽ തരാൻ വേണ്ടിയായിരിക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്. So we have piano here. Very nice place. Guitar is here. അങ്ങനെ താജ്മഹലിൻ്റെ സറൗണ്ടിങ്സ്, ആഗ്രയുടെ ഒരു എന്താ പറയുക, ഇവർ നല്ല റൂഫ് ടോപ്പ് ഒക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിൽഡിങ്ങുകളുടെ ഉള്ളിൽ നന്നായിട്ടുള്ള ഒരു സ്റ്റേ. ഈസ് ഇറ്റ് താജ്മഹൽ ഓൺ ദാറ്റ് വേ, ദാറ്റ് ഡയറക്ഷൻ? Oh, there's a big building now. It's blocking your view. But we are going to see in real Taj Mahal, no? So we don't have to rush. ഞാൻ ഏതൊക്കെയാലും സ്ട്രീറ്റിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു നോക്കാം എന്ന് വിചാരിച്ചു. ആഗ്രയുടെ സ്ട്രീറ്റുകളെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഒത്തിരി സ്കാമേഴ്സും പിന്നെ ഈ പറഞ്ഞ പോലെ താജ്മഹലിൻ്റെ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് അവസ്ഥ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയാണ്, അങ്ങനെ തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ള ഓടയും മാർക്കറ്റുകളും, പിന്നെ ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് ഈ മൊത്തത്തിൽ തുപ്പിയിടുന്ന ഒരു ശീലം കൊണ്ട് മൊത്തം മുറുക്കാൻ എന്ന് പറയുന്ന എന്താ പറയുക, പാൻ
ഫാൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണം നോർത്ത് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് കൂടുതലായതുകൊണ്ട് എവിടെയാണെങ്കിലും ഈവൻ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് നീറ്റായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഒരു രക്ഷയില്ല. മാരേന് ചെറിയ റെസ്റ്റൊക്കെ കൊടുത്ത് ഞാൻ ഈ സ്ട്രീറ്റ് വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാം എന്ന് വെച്ച് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ടിപ്പിക്കൽ ഒരു നോർത്ത് ഇന്ത്യൻ ടൗണിൻ്റെതായ എല്ലാ സ്വഭാവവും ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി സ്കൂട്ടറുകളും തെരുവ് നായകളും നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സും ഒക്കെ ആയിട്ട് സാധാരണ ഒരു നോർത്ത് ഇന്ത്യയുടെ ടിപ്പിക്കൽ സ്വഭാവം. നഗരത്തെ ഒന്ന് തൊട്ടറിയണമെങ്കിൽ അവിടുത്തെ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു കഴിയുമ്പോൾ ഒരു ഫീലിംഗ് കിട്ടുമല്ലോ. ശരിക്കും ആ ഫീൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും ക്രൗഡഡായ ഒരു സിറ്റിയുടേതായ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്നുണ്ട്. എന്നാണ് നമ്മൾ ഈ ഹോണടിയിൽ നിന്നൊരു മോചനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. ആൾക്കാർ ഹോണൊക്കെ അടിച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ബിസി ലൈഫ്, ഓപ്പൺ ഓടകൾ ഒക്കെ ആയിട്ട് ഒക്കെ സൂക്ഷിച്ച് നടന്നില്ല പട്ടിയുടെ മേത്തൊക്കെ കയറി ചവിട്ട് കടി മേടിക്കാനുള്ള സാധ്യതയുണ്ട്. കാലാവസ്ഥ കുഴപ്പമില്ല. ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം വേർക്കുന്നില്ല. നല്ലൊരു കാലാവസ്ഥയാണ്. ഹ്യൂമിഡിറ്റിയും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഭയങ്കര ബുദ്ധിമുട്ടായേനെ. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല. कान वापस आ गया ना, मेरे को लेके जाएगा ना? एक बार दिखाओ ना पूरा है। कुछ खाना ट्राई करने का क्या है? मुगलाई फूड और कुछ भी वो भी ट्राई करेगा. फोर्ट में जाएगा है. ओके चलो. ना ऐसा कुछ नहीं है. ഓക്കെ, ഞങ്ങൾ റെസ്റ്റ് എടുത്തു. മോർണിംഗ് രാവിലെ വന്നു. മരിയൻ പുള്ളിക്കാരി ഇന്നലത്തെ ട്രെയിന് ഇച്ചിരി ടഫായിരുന്നു. പുള്ളിക്കാരിക്ക് അധികം ഉറങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി കുറച്ചും കൂടെ റെസ്റ്റ് എടുക്കുക. പക്ഷേ ഞാൻ ഏതൊക്കെയാലും ഇവിടെ വന്നിട്ട് ആഗ്ര കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാണിക്കാതെ പോകുന്നത് ശരിയല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ ഡ്രൈവർ മിസ്റ്റർ ഖാനുണ്ട്. ഷാരൂഖ് ഖാൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഷാരൂഖ് ഖാൻ്റെ കൂടെ ഒരു റൈഡ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ എനിക്ക് ആഗ്ര മെട്രോ എന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊരു ആഗ്ര മെട്രോയിൽ ഒന്ന് കയറാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ടെക്നോളജിയും പരിപാടിയൊക്കെ നോക്കാം. പിന്നെ ഇവിടുത്തെ ഫുഡ് എന്തെങ്കിലും മുഗളി ഫുഡ് नॉन वेज. ओके, ज्यादा नहीं है, थोड़ा टेस्ट करने के लिए जितना भी आप खाओ. हाँ ओके. ये आज का प्लान ओके. आपका है रेड फोर्ट मेट्रो, थोड़ा फूड ट्राई करने का. ഞാൻ ഹിന്ദി ഏതാണ്ട് ബോംബെയിൽ ഏതാണ്ട് എത്ര കാലം മുമ്പ് സംസാരിച്ചു. അതിനുശേഷം ഹിന്ദി സംസാരിച്ചിട്ടേ ഇല്ല. ഈ അടുത്ത് എനിക്ക് കുറച്ച് ഗസ്റ്റ് എൻ്റെ ഗസ്റ്റ് വന്നത് ഹിന്ദി സംസാരിക്കുന്നവരായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ച് വരച്ച് ഇച്ചിരി ടച്ച് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സർവൈവ് ചെയ്യുന്നു. അപ്പം ഞാൻ താജ് മെട്രോ സ്റ്റേഷൻ്റെ അവിടുന്ന് പുള്ളിയോട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് മെട്രോയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊരു അവസരം തരാൻ പറഞ്ഞു. അപ്പം താജ് മെട്രോ സ്റ്റേഷനിന്റെ അടുത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫോർട്ടിന്റെ, അതായത് ആഗ്ര ഫോർട്ടിന്റെ ലാസ്റ്റ്, അപ്പൊ അത് ലാസ്റ്റ് സ്റ്റേഷനാന്ന് പറഞ്ഞു. അപ്പൊ വഴി തെറ്റിയാലും ഞാൻ അവിടെ പോയില്ല. പുള്ളി എനിക്ക് അവിടെ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. മെട്രോ സ്റ്റേഷനിലേക്ക് പോയി അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കാർഡ് സിസ്റ്റം ആണോ അതോ ബാർകോഡ് സിസ്റ്റം ആണോ, എന്താ സിസ്റ്റം നമുക്കൊന്ന് നോക്കി കാണാം. അങ്ങനെ വരുമ്പോഴേക്കും താജ്മഹൽ മെട്രോ സ്റ്റേഷന് മുമ്പിലെത്തി. അപ്പോൾ താജ് മെട്രോ സ്റ്റേഷനിലേക്ക് ഞാൻ കയറുവാണ്. ഇവിടുത്തെ ഉച്ച കഴിഞ്ഞ സമയം 2 മണി ടൈമാണ്. നോക്കാം ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടറിയാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ലിഫ്റ്റാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ താജ്മഹലിലേക്ക് ആരെങ്കിലും മെട്രോ എടുത്ത് വരുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ കുറച്ച് സെക്യൂരിറ്റി ഓഫീസേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. താഴെ പോയിട്ട് ഇവിടെ ലിഫ്റ്റാണ് വരുന്നത്. ലിഫ്റ്റിൽ കയറി താഴെ പോകും. ഇവിടെ QR കോഡ് വെച്ചൊരു 10 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ QR കോഡ് എൻ്റർ ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ QR കോഡ് എൻ്റർ ചെയ്തപ്പം ഇതാണ് ഉള്ളിലെ ആംബിയൻസ്. നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കളർഫുള്ളായിട്ട് ആഗ്ര മെട്രോയുടെ വിശേഷങ്ങൾ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ സ്റ്റേജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. നേരെ വന്ന് പ്ലാറ്റ്ഫോം ഓക്കെ, ലിഫ്റ്റ് സിസ്റ്റം ഉണ്ട്. നമുക്ക് നടന്നിറങ്ങാം. നടന്ന് താഴോട്ടിറങ്ങാം. വളരെ ക്വയറ്റ്, ഒരു മനുഷ്യനെയും കാണുന്നില്ല. ഓക്കെ, ആഗ്ര കോളേജ് മെഡിക്കൽ ഈസ്റ്റ് ഗേറ്റ് സഖറാത്ത. എനിക്കൊന്നത് ചെറിയ മെട്രോ ആണ്. അതിന് മാത്രം ആൾക്കാർ സഞ്ചരിക്കാനുള്ളതായിട്ട് തോന്നുന്നില്ല. എന്നാണെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സാധനം നമ്മുടെ മുമ്പിലോട്ട്. ഓക്കെ, അത് പറയുമ്പോൾ 2 സൈഡിലേക്കും വന്നു കേട്ടോ. എംപ്റ്റിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓപ്പൺ
ഞാനും ഒരാളോ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യനില്ല. ആകെ സെക്യൂരിറ്റിക്കാർ മാത്രമേ ഉള്ളൂ, വേറെ അധികം ആൾക്കാരൊന്നും ഇല്ല. ഞാനിപ്പോ കയറിയേക്കുന്ന താജ്മഹൽ സ്റ്റേഷനാണ്. നോർമൽ എല്ലാ മെട്രോയിലും കാണിക്കുന്ന പോലെ റൂട്ട് മാപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ത്രൂ ഔട്ട് 3 കമ്പാർട്ട്മെന്റ് ആണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് സെക്യൂരിറ്റിയുടെ ആൾക്കാരും ഞങ്ങൾ 2 പേരും ഉണ്ട്. എനിക്കറിയത്തില്ല ഇതെങ്ങനെ ലാഭത്തിൽ ഓടുന്ന മെട്രോ ആണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ആഗ്ര ആയതുകൊണ്ടും ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയും ഉള്ള മെട്രോ ആയിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആകെ ഒരു സെക്യൂരിറ്റി ഓഫീസറും പിന്നെ ഈ പറയുന്ന ഞാനും വേറൊരാളും പുറയിലത്തെ കമ്പാർട്ട്മെന്റിൽ ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ ഒരു രാജകീയമായ യാത്രയാണ്, രാജകീയമായ മെട്രോ യാത്ര ആഗ്രയിൽ. നല്ല കാര്യം, ഹിന്ദിയിലും ഇംഗ്ലീഷിലും അനൗൺസ്മെന്റ് ഉണ്ട്. പിന്നെ ഗേറ്റ് ഏത് വശത്താണ് തുറക്കുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാ മെട്രോയിലും. ഞാൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് എനിക്ക് നല്ല സൗകര്യമായിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തി. അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. ആഗ്ര പിന്നെ ഫോർട്ടിൽ പോകേണ്ടവർ ഇവിടെ ഇറങ്ങണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് ഇതിൻ്റെ ഇവിടുത്തെ ആംബിയൻസ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പോൾ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷം 1.5 വർഷം മറ്റേ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആളുമില്ല. സാധാരണ ഇന്ത്യയിൽ സ്ഥലങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാത്തത് അത് പോപ്പുലേഷൻ കൂടിയതുകൊണ്ട് ആൾക്കാർ അത് ഇത്രയും ആൾക്കാർ പോപ്പുലേഷൻ കൂടിയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാലെന്ന് അതൊരു ന്യായമല്ല. എന്നാൽ പോലും ഈ തുപ്പുക അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളാണല്ലോ മെയിനായിട്ടുള്ള പ്രശ്നം. എനിവേ ഞാൻ ഫോർട്ടിലെത്തി. അപ്പം നമ്മുടെ ഡ്രൈവറോട് അങ്ങോട്ട് വരാൻ പറയാം. ഇവിടെയാണെങ്കിൽ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഇവിടുത്തെ മെട്രോയുടെ നമ്മളെ സ്വാഗതം ഓടുന്നത്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റിയല്ല, ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ ഒരു കളർഫുൾനെസ്സും പറയാതിരിക്കാൻ പറ്റിയല്ല. അടിപൊളി കളർഫുള്ളായിട്ട് ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരുന്ന പല കളറുകൾ, ഒരു ഫയർ അങ്ങനെയാണ് മൊത്തത്തിൽ അലങ്കരിച്ചേക്കുന്നത്. അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നീറ്റായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റാതെ ഒന്നുമില്ല. അപ്പം നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാം ഇവിടുത്തെ എല്ലാ ഒരു ഇന്ത്യയുടേതായ ട്രഡീഷനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ കളർഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഫോട്ടോ ആണെങ്കിൽ എല്ലാം നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവറെ വിളിക്കാം. ഡ്രൈവറെ വിളിച്ചിട്ട് ഇനിയിപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്, അതായത് ആഗ്ര ഫോർട്ട് ഒന്ന് പോയി സന്ദർശിക്കാം. അപ്പം നമ്മുടെ കൂപ്പൺ കളയരുത്, കളഞ്ഞാൽ പണി കിട്ടും. ഇവിടെ മെയിനായിട്ട് എല്ലാവരും സെൽഫി എടുക്കാൻ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എക്സിറ്റ് പോയിന്റിലേക്ക് നമുക്ക് കയറി നോക്കാം. ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് ഉപയോഗപ്പെടുത്തുന്നില്ല. ഇന്ന് അധികം കാര്യമായിട്ട് നടന്നിട്ടില്ല. എന്നാണെങ്കിലും ആഗ്ര മെട്രോ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് കാണാം. ഞാൻ അധികം പുള്ളിക്കാരിക്ക് താല്പര്യമില്ലായിരുന്നു വരാനൊക്കെ. അപ്പോൾ ഇവിടെ കൊണ്ടുവരായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുവാണ്. അത്രയും നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റിൻ്റെ അവിടെ എത്തി ഒന്ന് കയറി അതേ ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്ക് ബസ് സ്റ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഇതുണ്ടോ, ഇറങ്ങുന്ന അവിടെ നമ്മളെ സംരക്ഷിക്കാൻ ഒരാളുടെ കാത്തിരിപ്പുണ്ട്. ഓക്കെ, ഒരു കറക്ഷൻ ഉണ്ട്. ഫോർട്ടിൽ വരണമെങ്കിൽ ഏറ്റവും ബെറ്റർ ഡോക്ടർ അംബേദ്കർ ചൗക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ സ്റ്റാച്യു കാണും. അവിടെ നിന്ന് നേരെ ഇറങ്ങി ഓപ്പോസിറ്റിലേക്ക് കിടക്കുവാണെങ്കിൽ സൂക്ഷിച്ച് കിടക്കണം, അല്ലെങ്കിൽ വണ്ടിയുടെ അടി പോകും കേട്ടോ. നേരെ ഇറങ്ങി നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റിലേക്ക് കാണാം, അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ നിന്നാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ എൻട്രി ഫീ വന്ന് 40ഉം 10ഉം കൂടെ കൂടി 50 രൂപയാണ്. ഫോറിൻ നാഷണൽസിനാണെങ്കിൽ വേറെ എമൗണ്ട് വരുന്നുണ്ട്. താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒട്ടുമുക്കാൽ ആൾക്കാരും ഈ റെഡ് ഫോർട്ടും വിസിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആഗ്രയിലെ റെഡ് ഫോർട്ടും വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഐഡിയൽ ആയിരിക്കും. നോക്കിയാൽ റെഡ് ഫോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് അടിക്കുകയാണ്. അപ്പോൾ താജ്മഹൽ വൈറ്റ് മാർബിളിലാണെങ്കിൽ ഇത് റെഡ് സാൻഡ് സ്റ്റോണിൽ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നാച്ചുറലി ആ റെഡ് കളർ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്നാണെങ്കിലും ഇതിൻ്റെ എൻട്രൻസിൽ ഞാൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് QR കോഡൊക്കെ കൂടിയ ഒരു ടിക്കറ്റാണ്. അതെടുത്ത ശേഷം മെല്ലെ എൻട്രൻസിലോട്ട് കയറുവാണ്. എല്ലാ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെ ഉറപ്പായിട്ടും ഒത്തിരി ആളുകൾ നമ്മളോട് അപ്രോച്ച് ചെയ്യും ഗൈഡായിട്ട്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഗൈഡിനെ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കാം. പക്ഷേ ഞാൻ ഗൈഡൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കുറച്ച് പിക്ചർ എടുക്കാൻ വേണ്ടി മാത്രമേ പോകുന്നുള്ളൂ. ആ ഈവനിങ്ങിലെ സൺ ഇങ്ങനെ വീണ് തിളങ്ങി നിൽക്കും കേട്ടോ. റെഡ് സ്റ്റോണിൻ്റെ എല്ലാ ഗുണവും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഒരു കമാനങ്ങളും എല്ലാം. അപ്പോൾ മുഗൾ രാജവംശത്തിൻ്റെ കൊട്ടാരമായിട്ട് എത്രയോ കാലം ഇത് പാലസാണ്. ഇപ്പോൾ ഒരു ആർക്കിയോളജിക്കൽ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് സംരക്ഷിക്കപ്പെടുന്നു. നമ്മൾ താജ്മഹൽ കാണാൻ വരുന്നവർ ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ലൊക്കേഷൻ കൂടിയാണ്. ശരിക്കും നമ്മൾ ഈ ഫോർട്ടിൻ്റെ ഉള്ളിലോട്ട് നടന്ന് കയറുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്ന പഴയ ഒരു രാജകീയമായ എല്ലാ കൊട്ടാരത്തിൻ്റെ പ്രൗഢിയും നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഇതുപോലെ നടുമുറ്റങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ കൊത്തുപണികൾ, ഇതൊക്കെ കണ്ട് നമുക്ക് ഇന്ത്യയുടെ ഒരു കൾച്ചർ 1565 നമ്മൾ അക്ബർ രാജാവിൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ആ അക്ബറിൻ്റെ കാലം തൊട്ടുള്ള
ഒരു കെട്ടിട സമുച്ചയമാണെന്ന് ഓർക്കണം, കൊട്ടാരമാണെന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹം പണി കഴിപ്പിച്ച് പിന്നെ മുഗൾ രാജവംശത്തിൻ്റെ റെസിഡൻഷ്യൽ പാലസായിട്ടും പല സൈനിക താവളമൊക്കെ ആയിട്ട് എത്രയോ ഒരു നൂറ്റാണ്ട് കാലഘട്ടം പല ചക്രവർത്തിമാർ ഇവിടെ ജീവിക്കുകയും അവരുടെ തലമുറകൾ ഭരണം നടത്തുകയൊക്കെ ചെയ്ത ഒരു കൊട്ടാരം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പണിതേക്കുന്നത് നമുക്ക് അത്ഭുതപ്പെടും. ഇത്രയും ഒരു നമുക്ക് കലകളിലൊക്കെ നമ്മൾ എത്ര വൈദഗ്ധ്യമുള്ള ആൾക്കാരായിരുന്നു എന്നൊക്കെ നമുക്കിവിടെ നടന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം വരും. പക്ഷേ അതൊക്കെ ആണെങ്കിൽ പോലും എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് മുംതാസിന് വേണ്ടി ഷാജഹാൻ താജ്മഹൽ പണിതു, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ പ്രണയത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ പണ്ട് കേട്ടിട്ടൊരു കഥയുണ്ട്. സ്വന്തം അച്ഛനെ അവസാന കാലഘട്ടത്തിൽ രാജ്യം പിടിച്ചെടുക്കുകയും ഒന്നുമില്ലാതെ പുള്ളിനെ തുറങ്കിലടക്കുകയൊക്കെ ചെയ്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അവസാന ആഗ്രഹമായിട്ട് അനുവദിച്ചു കൊടുത്ത ഒരേ ഒരു കാര്യമുള്ളൂ, തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി മുംതാസിന് വേണ്ടി പണിത ആ താജ്മഹൽ യമുനയുടെ അങ്ങേക്കരയിൽ കണ്ടു മരിക്കാനുള്ളൊരു ഒരവസരം, തടവറയിൽ കണ്ടു മരിക്കാനുള്ള അവസരം ഇവിടെയാണ് കൊടുത്തത്. ഇവിടുത്തെ ഈ മുസാമൻ ബുർജ് എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങിൻ്റാണ് ആ പുള്ളിയുടെ അവസാന കാലഘട്ടം പുള്ളിയുടെ മകളോടൊപ്പം കഴിഞ്ഞുകൂടിയത് എന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ അതാണ്. അപ്പോൾ നമുക്ക് ഞാനിത് നടന്ന് കാണുമ്പോൾ ഈ പാലസിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കുന്നു, എന്നാൽ പോലും ഈ അകത്തളത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കൊരു മിക്സ്ഡ് ഫീലിംഗ് ആണ് തോന്നിയത്. ഇതിൻ്റെ ഒരു പ്രൗഢിയും ഗംഭീരവും ഒക്കെ ഉണ്ട്, പക്ഷേ ഷാജഹാൻ പോലെ ഒരു രാജാവിൻ്റെ അവസാന കാലഘട്ടവും പുള്ളിയുടെ അപ്പുറത്ത് കാണുന്ന ആ സൃഷ്ടിയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യവും അന്നത്തെ ആ കഥയൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയി. എന്നാണെങ്കിലും കാണണ്ട കേട്ടോ, നിങ്ങൾ വരുവാണെങ്കിൽ ഈവനിങ്ങിൽ ഇവിടെ വരണം എന്ന് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് താജ്മഹൽ കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ പഴയ സ്റ്റോറി ഒന്ന് നമുക്ക് റീകോൾ ചെയ്യാനും പറ്റും. അതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ കാഴ്ചകളുമായിട്ട് ഞാൻ നടന്നിങ്ങനെ കാണുകയാണ് കേട്ടോ. നാളെ താജ്മഹലിൻ്റെ വീഡിയോ വരുന്നുണ്ട്. യു മസ്റ്റ് കീപ് സപ്പോർട്ടിങ് ആൻഡ് കീപ് വാച്ചിങ്. നാളത്തെ വീഡിയോയ്ക്കായിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. ഇന്ന് ഡൽഹിയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ബൈ പറയുന്നു. നാളെ കാണുന്നവരെ ബൈ ഫ്രം ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് ഷൈജോ. അങ്ങനെ നല്ല സമയത്താണ് ശരിക്കും പറഞ്ഞാൽ റെഡ് ഫോർട്ടിൽ വന്നത് വെച്ചാൽ ആ സൺസെറ്റിന് ടൈമാണ്. അപ്പോൾ നല്ല താജ്മഹലിലേക്കൊക്കെ സണ്ണിങ്ങനെ വീഴുന്നത് നല്ല രസമായിട്ട് വന്നു. എന്നാണെങ്കിലും ഞാൻ ഇന്നത്തെ ആഫ്റ്റർനൂണ് പ്രൊഡക്റ്റീവായിട്ട് ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ പറ്റുമെന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആവശ്യപ്പെട്ട വേറൊരു കാര്യം കൂടെയാണ്, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാം. അപ്പോൾ ഫുഡ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പം സ്ട്രീറ്റ് ഫുഡ് ഒഴിവാക്കി വേറൊരു സ്ഥലത്ത് അവൻ കൊണ്ടുവന്നേക്കുക. സ്ട്രീറ്റ് ഫുഡ് അവൻ പറയുന്നത് ചിലപ്പോൾ പണി കിട്ടുമെന്ന്, അതുകൊണ്ട് സ്ട്രീറ്റ് ഫുഡ് അല്ലാതെ വേറൊരു ഫുഡ് ട്രൈ ചെയ്യാമെന്ന് നോക്കാമെന്ന് വെച്ച് വന്നതാണ്. നോക്കാം, എന്നാലും ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒന്ന് ഫുഡ് എന്നാണെങ്കിലും നമുക്ക് നോക്കാം. എന്നെ കഴിച്ചിട്ട് ഞാൻ നിങ്ങളുടെ എന്താ ഓർഡർ ചെയ്യുന്നതെന്ന് തൊട്ട് എല്ലാ കാര്യങ്ങളും പറയാം. ചിക്കൻ്റെ ഒരു ഐറ്റമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. മുഗൾ മീറ്റ് ഐറ്റംസിൽ കൂടുതലും നോൺ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു. അപ്പം ഏതൊക്കെയായാലും ചിക്കൻ മുഗളായി തന്നെ ആക്കാം. മുഗളായതുകൊണ്ട് ചിക്കൻ മുഗളായി തന്നെ എടുത്തേക്കാന്ന് വെച്ച് വരണം. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ചിക്കൻ മുഗളയാണ് വന്നേക്കുന്നത്. മുഗൾ ഫുഡ് ആയതുകൊണ്ട് അതിൻ്റെ അത് ഡിഫറൻസ് എന്നാന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. എന്നാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ പോലെ തോന്നുന്നു, കുറച്ചും കൂടെ ഒരു വെജിറ്റബിളിൻ്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കറിയുടെ ഒക്കെ തന്നെ ടേസ്റ്റ്. ഞാൻ മസാലയൊന്നും അധികം എടുത്ത് നിൽക്കുന്നില്ല, സാധാ അത്രയും തന്നെ. ഞാൻ വേണ്ടി ചിലപ്പോൾ ഒത്തിരി മസാല എന്തെങ്കിലും എടുത്ത് നിൽക്കുമായിരിക്കും. അങ്ങനെയില്ല, അങ്ങനെ എടുത്ത് പറയത്തക്ക മസാലയൊന്നും നിൽക്കുന്നില്ല. എന്നാണെങ്കിലും ഒരു മുഗൾ ഫുഡും കൂടെ കഴിച്ചിട്ടാവാം വീഡിയോ എടുക്കലെന്ന് വിചാരിച്ചു.